പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാണ്. പറഞ്ഞു എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്ന രൂപത്തിലായിട്ട് മാറും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അങ്ങനെയാകുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം അത് ഈ തരത്തിലുള്ള ഒരു ഓയിലർ കോഷി ഫോമിലുള്ള ഓയിലർ കോഷി ഇക്വേഷനാണ്. ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് റേസ് ടു എം എന്ന രൂപത്തിലായിരിക്കും. മറ്റേ നേരത്തെ നമ്മുടെ ഇ റേസ് ടു എന്ന രൂപത്തിലാണ് സൊല്യൂഷൻ വരുന്നത്. ഇത് പക്ഷേ ഇതിൽ എക്സ് റേസ് ടു, അതുകൊണ്ട് എക്സ് റേസ് ടു എന്ന് അസ്യൂം ചെയ്യുക സൊല്യൂഷനെ. അങ്ങനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ ബൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്തായിരിക്കും? ഇതിൻ്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ രണ്ടാം ഡെറിവേറ്റീവ് ഇത് എം ഇൻറ്റു എം മൈനസ് വൺ എക്സ് റേഷൻ. അതുപോലെ എക്സ് ഇൻറ്റു ആദ്യത്തെ ഡെറിവേറ്റീവ് എം ഇൻറ്റു എക്സ് റേഷൻ എം, പിന്നെ മൈനസ് ദാറ്റ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമ്മുടെ എക്സ് റേസ് ടു എം ഉണ്ടാവും മൾട്ടിപ്ലൈ ബൈ എക്സ് സ്ക്വയറും എക്സ് റേഷൻ എം മൈനസ് ടു മൾട്ടിപ്ലൈ എക്സ് റേഷൻ എം ഉണ്ടാവും. ഇവിടെ അങ്ങനെ തന്നെ എക്സും എക്സ് റേഷൻ എം മൈനസ് വൺ എക്സ് റേഷൻ എം ഉണ്ടാവും. ഇവിടെ എക്സ് റേഷൻ. അപ്പോൾ എക്സ് റേഷൻ കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം എം ഇൻറ്റു എം മൈനസ് വൺ പ്ലസ് എം മൈനസ് വൺ ഈക്വൽ 0 ആവും. അപ്പോൾ എക്സ് റേഷൻ 0 ആവണമെന്നില്ല. എക്സ് വേരിയബിൾ ഏത് വില വേണമെങ്കിൽ സ്വീകരിക്കാം. പക്ഷേ അപ്പോൾ ഇത് 0 ആവണം. പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ ഇത് 0 ആവണം. 0 ആവണമെങ്കിൽ ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന്, അപ്പോൾ ഇത് 0 ആവണം. അപ്പോൾ ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. എം സ്ക്വയർ മൈനസ് എം പ്ലസ് എം മൈനസ് 1. അപ്പോൾ എം സ്ക്വയർ മൈനസ് 1 ഈക്വൽ 0 എന്നായി. അതാണ് ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ എം സ്ക്വയർ എമ്മിൻ്റെ വില എന്തായി? 1ഉം മൈനസ് 1 ആയി. അപ്പോൾ സൊല്യൂഷൻ എന്താ? എക്സ് റേസ് ടു 1ഉം വരാം, എക്സ് റേസ് ടു മൈനസ് 1ഉം വരാം. അതായത് രണ്ട് വ്യത്യസ്ത സൊല്യൂഷൻ ഉണ്ടാവും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ കോമ്പിനേഷനാണ് ജനറൽ സൊല്യൂഷൻ. y ഈക്വൽ ടു C1 എക്സ് റേസ് ടു 1 പ്ലസ് C2 എക്സ് റേസ് ടു 1. ഇതാണ് സൊല്യൂഷൻ ഇതിൻ്റെ. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനാണ് യു എന്ന് എടുക്കേണ്ടത്. അപ്പോൾ y ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ C1 ഇൻറ്റു 0 പ്ലസ് C2 ഇൻറ്റു 1/x അല്ലേ, ഇത് 1/0 0 ആവണം. ഈ 1/0 ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ C2 0 ആയാൽ മതി. അപ്പോൾ C2 0 കൊടുക്കുക. അപ്പോൾ C1 0 ആകാൻ പറ്റില്ല. അപ്പോൾ C1 1 കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ y കിട്ടും. y എന്താ? 1 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് റേഷൻ മൈനസ് 1, അതായത് y കൊണ്ട് എക്സ്. അപ്പോൾ യു ഓഫ് എക്സ് എക്സ് എടുക്കാം. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ വി ഓഫ് എക്സ് കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ y ഓഫ് 1 ഈക്വൽ ടു 0 കൊടുക്കണം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C1 ഇൻറ്റു 1 പ്ലസ് C2 ഇൻറ്റു 1 എക്സ് റേസ് ടു മൈനസ് 1. 1 എക്സിന് 1 എടുത്താൽ 1 റേസ് മൈനസ് അല്ലെ 1/1. അപ്പോൾ C1 പ്ലസ് C2 0 ആവണം. അപ്പോൾ എന്ത് ചെയ്യണം? C1 1 എടുക്കുക, C2 മൈനസ് 1 എടുക്കുക. അല്ലെങ്കിൽ പിന്നെ C1 C2 0 എടുക്കണം. അത് പറ്റില്ല. ഏതോ ഒന്ന് 0 എടുത്താൽ മറ്റോ 0 ആവും. അപ്പോൾ ഇതിൽ 0 ആവണമെങ്കിൽ അപ്പോൾ C1 1 എടുക്കുക, C2 മൈനസ് 1 എടുക്കുക. അപ്പോൾ y എന്തായി? 1 ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് 1 ഇൻറ്റു എക്സ്, അതുപോലെ എക്സ് മൈനസ് 1/x. അപ്പോൾ വി ഓഫ് എക്സ് എക്സ് മൈനസ് 1/x എടുത്തു. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് അറിയാലോ, റോൺ സ്ക്രീൻ കാണുക. റോൺ സ്ക്രീൻ കാണാൻ എളുപ്പം. ഈ ഫോർമുല ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ സൊല്യൂഷൻ യു വി ചെയ്ത അടുത്തൊരു യു ഡാഷും വി ഡാഷ്. അപ്പോൾ യു ഓഫ് സൈ വി ഓഫ് സൈ യു ഡാഷ് സൈ വി ഓഫ് സൈ എന്നിട്ട് ക്രോസ് ഇത് തന്നെ കിട്ടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിൽ നമുക്ക് പിന്നെ ഡബ്ല്യു എന്നുള്ള 2/സൈ എന്ന് കിട്ടും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു പി ഓഫ് സൈ. അപ്പോൾ 2/സൈ ഇൻറ്റു സൈ. പി ഓഫ് എക്സ് എക്സ് ആണ് നമ്മളെടുത്ത്, പി ഓഫ് സൈ സൈ ആവും. അപ്പോൾ ക്യാൻസൽ 2 കിട്ടും. അപ്പോൾ എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമുക്ക് എന്ത് ചെയ്താം? ജി എഴുതാം. ജിൻ്റെ ഫോർമുല അറിയാലോ, ജി -1/a യു ഓഫ് എക്സ് വി ഓഫ് സൈ. ഇത് അങ്ങനത്തെ എഴുതിയതിനു ശേഷം ആൻസർ കിട്ടി. ഇത് കിട്ടി. ജി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സൊല്യൂഷൻ എഴുതാം. ഫൈ ഓഫ് എക്സ് ഈക്വൽ ഇൻ്റഗ്രേറ്റ് ബി ജി ഓഫ് എക്സ് ഐ ഫൈ ഓഫ് സൈ ഡി സൈ. ഫൈ ഓഫ് സൈ ഫൈ ഓഫ് എക്സ് ലാംഡ എക്സ് ഫൈ. അപ്പോൾ ഫൈ ഓഫ് ലാംഡ എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ്. അപ്പോൾ ഫൈ ഓഫ് സൈ ലാംഡ സൈ ഇൻറ്റു വൈ ഓഫ് സൈ. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുക. മനസ്സിലായേ? അപ്പോൾ ലാംഡ ഫോർമ എടുത്തു. ലാംഡ സൈ ഇൻറ്റു ഫൈ ഓഫ് സൈ ഡി സൈ എന്നെടുത്തു. ഓക്കെ. ഇത്തരത്തിലാണ് പിന്നെ ഇൻ്റഗ്രേഷൻ കിട്ടുന്നത്. അപ്പോൾ ജി ഓഫ് സൈ എക്സ് ഐ എന്താണെന്ന് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ വൈ ഓഫ് എക്സ് ഇത്തരത്തിലുള്ള ഇൻ്റഗ്രേഷനിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്.